نستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي بنفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവും പരമപരിശുദ്ധനുമായ പടച്ച തമ്പുരാൻ്റെ വിധികളും വിലക്കുകളും ജീവിതത്തിൽ പകർത്തി ജീവിക്കണമേ എന്ന് സ്വന്തം നഫ്സിനോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ എല്ലാ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ച് സൂക്ഷിച്ച് അള്ളാഹുവിൻ്റെ മുഖറബുകളായ ദാസന്മാരും ദാസികളുമായി ഈ ലോകത്ത് കഴിഞ്ഞുകൂടുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനമുള്ള സഹോദരന്മാരെ, ലോക മനസ്സാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് അമേരിക്കയിലെ കാലിഫോർണിയയിലും ലോസ് ആഞ്ചലസിലും പടർന്നു പിടിച്ച അല്ലെങ്കിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീയിനെക്കുറിച്ച് നമ്മളൊക്കെ മീഡിയകളിലൂടെ കണ്ടവരാണ്, അറിഞ്ഞവരാണ്, മനസ്സിലാക്കിയവരാണ്. അവിടെയുള്ള ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകളെ മാറ്റി പാർപ്പിച്ചു എന്നാണ്. 38,000 ഏക്കർ ഭൂമി കത്തിച്ചാമ്പലായി എന്നാണ്. ഒരുപാട് ആളുകൾക്ക് വൈദ്യുതി നഷ്ടപ്പെട്ടു. ധാരാളക്കണക്കിന് വീടുകൾ വെണ്ണീറായി. വലിയ വലിയ പ്രമാണിമാർ, സിനിമാ നടന്മാർ തുടങ്ങി വമ്പിച്ച വലിയ വലിയ ആളുകൾക്ക് വമ്പിച്ച നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഈ ഒരു സാഹചര്യത്തിൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിൽ പല ഗുണപാഠങ്ങളുണ്ട്. അതുപോലെ തന്നെ ലോകത്തിന് നൽകാൻ ഒരുപാട് സന്ദേശങ്ങളുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനമായ ചില കാര്യങ്ങൾ മാത്രം ചുരുങ്ങിയ സമയത്തിനോട് സൂചിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ പൊതുവായ ശിക്ഷകൾ വരുന്നത് പല കാരണങ്ങൾ കൊണ്ടാണെന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാരണം മറ്റുള്ള ആളുകളെ നശിപ്പിക്കാൻ, മറ്റുള്ളവരെ
ഇല്ലാതാക്കുവാൻ ആരൊക്കെ കുതന്ത്രങ്ങൾ മെനയുന്നുണ്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ആളുകളുടെ തന്ത്രങ്ങൾ അവരിലേക്ക് തന്നെ തിരിച്ചുവിടുമെന്നാണ്. ഉദാഹരണമായി സൂറത്തു നംലിലെ 48 വചനത്തിലൂടെ അള്ളാഹ് പഠിപ്പിക്കുകയാണ്. മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്ലാമിലേക്ക് ജനങ്ങളെ പ്രബോധനം ചെയ്തപ്പോൾ സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊന്നു കളയാൻ വേണ്ടി അവിടുത്തെ ചില ആളുകൾ പ്ലാനിട്ടു. അള്ളാഹ് പറയാണ്, വകാന ഫിൽ മദീനതി തിസ്അതു റഹ്തിൻ യുഫ്സിദൂന ഫിൽ അർളി വലാ യുസ്ലിഹൂൻ. അതായത് ആ നാട്ടിൽ 9 പോക്കിരി സംഘങ്ങളുണ്ടായിരുന്നു. പോക്കിരികൾ, റൗഡികൾ. അവർ നാട്ടിൽ ഫസാദ് ഉണ്ടാക്കുന്നവരായിരുന്നു, നന്മയുണ്ടാക്കുന്നവരായിരുന്നില്ല. അവർ സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊന്നു കളയാൻ വേണ്ടി പ്ലാനിട്ടു. അതിനുവേണ്ടി അവർ വലിയ തന്ത്രങ്ങൾ പ്രയോഗിച്ചു. വമക്കറൂ മക്രൻ. സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊന്നു കളയാൻ വേണ്ടി അവർ തന്ത്രം പ്രയോഗിച്ചു. അപ്പോൾ അള്ളാഹ് പറയാ വമക്കർനാ മക്രൻ. അപ്പം നാമും ഒരു തന്ത്രം പ്രയോഗിച്ചു. വലാ യശ്ഉറൂൻ, അവർ അറിയാതെ. ഫൻദുർ കൈഫ കാന ആഖിബതു മക്രിഹിം. അവസാനം നിങ്ങൾ ശ്രദ്ധിക്കുക, അവരുടെ തന്ത്രങ്ങളുടെ പര്യവസാനം എപ്രകാരമായിരുന്നു. അന്നാ ദമ്മർനാഹും വഖൗമഹും അജ്മഈൻ. ആ 9 റൗഡി സംഘങ്ങളെ മാത്രമല്ല, അവർ ഉൾക്കൊണ്ട സമൂഹത്തെ മുഴുവൻ അല്ലാഹു തകർത്ത് തരിപ്പണാക്കി. ഫതിൽക ബുയൂതുഹും ഖാവിയതൻ ബിമാ ളലം. അവരുടെ വീടുകൾ നിലം പരിശായി കിടക്കുന്നത് നിനക്ക് കാണാം. എന്തുകൊണ്ട്? അവർ അക്രമം പ്രവർത്തിച്ചതിൻ്റെ ഫലമായി. ഇന്ന ഫീ ദാലിക ലആയതൻ ലിഖൗമി യഅലമൂൻ. ചിന്തിച്ച് മനസ്സിലാക്കുന്ന, കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന, പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതിലെമ്പാടും ദൃഷ്ടാന്തങ്ങളുണ്ട്. അപ്പോൾ മറ്റുള്ളവരെ നശിപ്പിക്കാനും രാജ്യത്ത് കുഴപ്പമുണ്ടാക്കാനും ആരൊക്കെ പരിശ്രമിച്ചുവോ അവരെ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് അള്ളാഹു അവരെ തരിപ്പണാക്കും. അതാണ് സൂറത്തു നൂർ ഫാത്തിറിലെ 43 വചനത്തിലൂടെ അള്ളാഹ് പഠിപ്പിക്കാൻ. ഇസ്തിക്ബാറൻ ഫിൽ അർളി വമക്റ സയ്യി. ഭൂമിയിൽ അഹങ്കരിക്കുന്ന ആളുകൾ, മോശമായ തന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, വലാ യഹീഖുൽ മക്റു സയ്യിഉ ഇല്ലാ ബിഅഹ്ലിഹി. ആരൊക്കെ ഭൂമിയിൽ മോശമായ തന്ത്രം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ ആ തന്ത്രങ്ങളെ അവരിലേക്ക് തന്നെ അള്ളാഹ് തിരിച്ചുവിടും. നമ്മൾ ഫോണിലൂടെ അമേരിക്കയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീ ഇങ്ങനെ കാണുമ്പോൾ ഈ ആയത്തുകൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. മറ്റുള്ള മനുഷ്യന്മാരെ കൊല്ലാൻ വേണ്ടി ആരൊക്കെ തന്ത്രം പ്രയോഗിക്കുന്നുണ്ടോ ആ തന്ത്രങ്ങളെ, ആരാണ് അവരെ കൊല്ലാൻ തന്ത്രം പ്രയോഗിച്ച് അവരിലേക്ക് തിരിച്ചുവിടുന്നതാണ്. ഫഹൽ യൻദുറൂന ഇല്ലാ സുന്നത്തൽ അവ്വലീൻ. പൂർവികരായ ആളുകൾ നടപടിക്രമമാണോ അവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ശിക്ഷയെപ്പോലുള്ള താക്കീതാണോ ഇവർ കാത്തു നിൽക്കുന്നത് എങ്കിൽ ഫലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല വലൻ തജിദ ലിസുന്നത്തില്ലാഹി തഹ്വീല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നടപടിക്രമത്തിൽ മാറ്റമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നടപടിക്രമ നീക്കുപോക്കുകളില്ല. എന്നിട്ട് അല്ലാഹു പറയുന്ന വലിയൊരു കാര്യമുണ്ട്. മനുഷ്യരെ നിങ്ങൾക്ക് അല്ലാഹുവിനെ തോൽപ്പിക്കാനാവില്ല. അവർ എത്ര വലിയ ശക്തന്മാരാണെങ്കിലും, അവർ എത്ര വലിയ ടെക്നോളജിയുടെ ആളുകളാണെങ്കിലും, എന്തൊക്കെ അത്യാധുനിക സംവിധാനങ്ങൾ അവിടെ കൈവശമുണ്ടെങ്കിലും, റഹ്മാനായ റഹീമായ റബ്ബിൻ്റെ ശിക്ഷയെ തടുക്കാൻ
അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പിടികൂടുന്നത് തടുക്കാൻ അവർക്ക് കഴിയില്ല. എന്തൊക്കെ ടെക്നോളജി ഉണ്ടാവട്ടെ, ഒരു സംവിധാനവും ഒരു പണവും ഒരു സ്ഥാനമാനവും ഒരു ഔന്നിത്യവും ഒരു അധികാരവും അവരെ സഹായിക്കണില്ലല്ലോ. പോലെ പറയപ്പെടുന്നത് സത്യമാണെങ്കിൽ 20% തീ മാത്രമാണ് അണക്കാനായിട്ടുള്ളത്. 20%. സൂറത്തു ഫാത്തിറിലെ 44-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറയാണ്, അവലം യസീറു ഫിൽ അർളി ഫയൻദുറു കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം. നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിച്ചു നോക്ക്, എന്നാൽ മുമ്പ് കഴിഞ്ഞു പോയ പൂർവികമായ സമുദായം നശിപ്പിക്കപ്പെട്ടത് എങ്ങനെയാണ് നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കണം. നമ്മോടാ പറയണത്. വകാനു അശദ്ദ മിൻഹും ഖുവ്വ. അവർ വലിയ ശക്തിയുള്ള ആളുകളായി അല്ലേ? ലോക പോലീസാണ് എന്ന് വീമ്പിളക്കുന്ന ആളുകളല്ലേ? അല്ലാഹ് പറയാ വകാനു അശദ്ദ മിൻഹും ഖുവ്വ. അവർ വലിയ ശക്തിയുള്ള ആളുകളായിരുന്നു. എന്നാൽ വമാ കാന അല്ലാഹു ലിയുഅ്ജിസഹു മിൻ ഷൈഇൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ്. ആകാശ ലോകങ്ങളിലും ഭൂമിയിലും അല്ലാഹുവിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഇന്നഹു കാന അലീമൻ ഖദീറ. അവൻ എല്ലാം അറിയുന്നവനാണ്, എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തൊക്കെ പറഞ്ഞിരുന്നത്. ഞങ്ങൾ ദൈവത്തെ തോൽപ്പിച്ചിരിക്കുന്നു, ഞങ്ങൾ ധർമ്മത്തെ തോൽപ്പിച്ചിരിക്കുന്നു, ഞങ്ങൾ സത്യത്തെയും നീതിയെയും തോൽപ്പിച്ചിരിക്കുന്നു, ഞങ്ങളാണ് ഈ ലോകത്ത് പറയുന്ന നടപ്പാക്കുന്നത്, ഞങ്ങൾ അറിയാതെ ഒരു ഇല പോലും ലോകത്ത് അനങ്ങുകയില്ല എന്നൊക്കെ വലിയ വലിയ വാക്കുകൾ പറഞ്ഞ ആളുകൾ എന്തുണ്ടായത്? അള്ളാഹുവിന് ശിക്ഷ വന്നു കഴിഞ്ഞാൽ അത് തടുക്കാൻ കഴിയില്ല, അവരുടെ സംവിധാനങ്ങൾക്ക് കഴിയില്ല. മറിച്ച് അവരുടെ കുതന്ത്രങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് തന്നെ തിരിച്ചുവിടും. അതുകൊണ്ട് തന്നെ പൊതുവായ ശിക്ഷകൾ വരാനുള്ള കാരണങ്ങളിൽ ഒന്ന് ശരിക്കും ശ്രദ്ധിക്കുക. അള്ളാഹുവിൻ്റെ പൊതുവായ ശിക്ഷകൾ ഭൂമിയിൽ ഇറങ്ങാനുള്ള കാരണങ്ങളിൽ ഒന്നാമത്തെ കാരണം മറ്റുള്ളവരെ നശിപ്പിക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന ആളുകളാണ് എന്ന് പറയലാണ്. അങ്ങനെ പറഞ്ഞാൽ തിരിച്ചങ്ങോട്ട് വിടും. രണ്ടാമതായി അള്ളാഹുവിന് ശിക്ഷ ഇറങ്ങാനുള്ള രണ്ടാമത്തെ കാരണം സ്വന്തം കഴിവിൽ അഹങ്കരിക്കുക. ഞങ്ങളാണ് ഏറ്റവും വലിയവർ, ഞങ്ങൾ വലിയ ഇൽമിൻ്റെ ആളുകളാണ്, ഞങ്ങളെ തോൽപ്പിക്കാൻ ലോകത്ത് ഒരു സൈനിക ശക്തിയും വളർന്നിട്ടില്ല, ഞങ്ങളുടെ ടെക്നോളജിയെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് സ്വയം അഹങ്കരിക്കുന്ന ആളുകൾ. അങ്ങനെ വാദിച്ച ഒരാളുടെ ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറയുന്നുണ്ട്. വദഖല ജന്നതഹു വഹുവ ളാലിമുൻ ലിനഫ്സിഹി ഖാല മാ അളുന്നു അൻ തബീദ ഹാദിഹി അബദാ. സ്വന്തം നഫ്സിനോട് അതിക്രമം കാണിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹമായ ആ തോട്ടത്തിലേക്ക് പ്രവേശിച്ചിട്ട് അതൊക്കെ തൻ്റെ കഴിവ് കൊണ്ടാണ് എന്ന് പറഞ്ഞിരുന്ന ഒരാൾ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ എൻ്റെ കഴിവ് കൊണ്ടാണ്, ഇതൊരിക്കലും നശിച്ചു പോവുകയില്ല, മാത്രമല്ല ഖിയാമത്ത് നാൾ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്നിങ്ങനെ സ്വന്തം അഹങ്കാരത്തിൻ്റെ വാക്കുകൾ പ്രയോഗിച്ചൊരു മനുഷ്യനുണ്ടായിരുന്നു. പക്ഷെ ഈ മനുഷ്യൻ അഹങ്കാരത്തിൻ്റെ വാക്കുകൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആ വ്യക്തിയെ മറ്റുള്ള ആളുകൾ തിരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അയാൾ സമ്മതിച്ചില്ല, അയാൾ അവരുടെ ഉപദേശം ചെവിക്കൊണ്ടില്ല. എന്നിട്ട് സംഭവിച്ചു? അങ്ങനെ അയാൾക്കുണ്ടായിരുന്ന തോട്ടത്തിലെ സകല പഴവർഗ്ഗങ്ങളെയും അള്ളാഹുവിനെ ശിക്ഷ വന്ന് നശിപ്പിച്ചു കളഞ്ഞു. നേരം എടുത്തു നോക്കിയപ്പോൾ ഒന്നും കാണാനില്ല, അയാളുടെ കൃഷിയിടങ്ങളെല്ലാം വീണടിഞ്ഞ് കിടക്കും, എല്ലാം നശിച്ചുപോയി. എന്തുണ്ടായത്? ഇതൊക്കെ എൻ്റെ കഴിവ് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് ആ തോട്ടം. പക്ഷെ ആ തോട്ടത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു ഇതെൻ്റെ കഴിവ് കൊണ്ടാണ്, അഹങ്കരിച്ചു. വലം തകുല്ലഹു ഫിഅതുൻ യൻസുറൂനഹു മിൻ ദൂനില്ലാഹ്. അള്ളാഹുവിന് പുറമെ സഹായിക്കാൻ ആ മനുഷ്യന് ആരും ഉണ്ടായില്ല. ഒമാക്കാന മുൻതസിറ, ഒരു രക്ഷാ നടപടി സ്വീകരിക്കാനുണ്ടായില്ല. അല്ലേ?
സ്വന്തം കഴിവിൽ അഹങ്കരിച്ചു. ഞങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തി. പക്ഷേ ഇതിങ്ങോട്ട് വന്നപ്പോൾ തടുക്കാൻ കഴിഞ്ഞില്ല, ഒരു രക്ഷാ നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ കത്തിപ്പടലല്ലേ. അപ്പോൾ വലിയ വർത്തമാനം പറഞ്ഞു. പക്ഷേ അള്ളാഹുവിന് ശിക്ഷ വന്നപ്പോൾ സൈന്യങ്ങൾക്കോ സംഘങ്ങൾക്കോ ആളുകൾക്കോ ആയുധങ്ങൾക്കോ രക്ഷിക്കാൻ സാധിച്ചില്ല, കഴിഞ്ഞില്ല. അതാണ് സംഭവം. അപ്പോൾ അവിടെ എന്തൊക്കെ ചെലവഴിച്ചോ അതൊക്കെ വീണടിഞ്ഞു പോയി. അതുകൊണ്ട് തന്നെ വലിയ വലിയ ആലോചിച്ചൊക്കെയാണ് ആ തീ ഇങ്ങനെ കാണുമ്പോൾ കൊട്ടാര സമാനമായ വീടുകൾ കത്തിച്ചാമ്പലാകുക. വലിയ വലിയ ആസ്തിയുള്ള ആളുകൾ അല്ലേ, മാത്രമല്ല ഒരുപാട് കൃഷിയിടങ്ങൾ, കാടുകൾ, ഇതൊക്കെ ഇങ്ങനെ കത്തിച്ചാമ്പലാകുന്ന വാർത്ത കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഇത്തരം വചനങ്ങളെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മുടെ തിന്മകൾ കൊണ്ടോ നമ്മുടെ അബദ്ധങ്ങൾ കൊണ്ടോ നാം ചെയ്യുന്ന ഒൽമ കൊണ്ടോ അതിക്രമം കൊണ്ടോ അനീതി കൊണ്ടോ ചിലപ്പോൾ പടച്ചറപ്പിൻ്റെ ശിക്ഷ വന്നേക്കാം. നിങ്ങൾക്കറിയില്ലേ ഖാറൂനെ കുറിച്ച്? ആരാ? ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരനായിരുന്നു ഖാറൂൻ. പക്ഷെ ആ ഖാറൂൻ സ്വന്തം കഴിവിൽ അഹങ്കരിച്ചു. ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി. എന്താ ഖാറൂൻ പറഞ്ഞു? എൻ്റെ സമ്പത്ത് മുഴുവൻ എൻ്റെ അറിവ് കൊണ്ടും എൻ്റെ കഴിവ് കൊണ്ടും എനിക്ക് ലഭിച്ചതാണ്. ഇതാർക്കും സംഭവിക്കും, ആർക്കും സംഭവിക്കും. അള്ളാഹു പരീക്ഷണം എന്ന നിലക്ക് നൽകുന്ന സമ്പത്ത്, ആ സമ്പത്തിൽ അഹങ്കരിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ലോകത്തെ പഠിപ്പിക്കാനാണ് ഖാറൂൻ അല്ലേ. എന്ത് സംഭവിച്ചു? ഫഖസഫ്നാ ബിഹി വബിദാരിഹി അൽ അർദ്. അവനെയും അവൻ്റെ സമ്പത്തിനെയും അവൻ്റെ വീടിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് അടിച്ചടർത്താഴ്ത്തി. ഫമാ കാന ലഹു മിൻ കണ്ടോ, ആരും സഹായിക്കണ്ടായില്ല. അപ്പോൾ സഹോദരങ്ങളെ, പിന്നെ സ്വന്തം കഴിവിൽ അഹങ്കരിച്ചാൽ അത് നശിപ്പിക്കും. മനുഷ്യൻ്റെ ശാസ്ത്ര പരിജ്ഞാനമോ ടെക്നോളജിയോ ഒന്നും തന്നെ, ഒരു ടെക്നോളജിയുടെ കുറവ് അമേരിക്കക്ക് ഉണ്ടാവും. പക്ഷേ ഒന്നും പടച്ചറപ്പിൻ്റെ ശിക്ഷ വന്നാൽ സഹായിക്കുകയില്ല എന്ന് ഇതേപോലെയുള്ള കാര്യങ്ങൾ മനുഷ്യലോകത്തെ പഠിപ്പിക്കണം. പിന്നെ മൂന്നാമത്തെ കാര്യം, പിന്നെ വലിയ വലിയ ബഡായി പറഞ്ഞ ആളുകൾ, വലിയ ബഡായി പറഞ്ഞാൽ അള്ളാഹു അവരെ പാഠം പഠിപ്പിക്കും. പ്രത്യേകിച്ചും ദുർബലരായ ആളുകളോട്, വിശ്വാസികളായ ആളുകളോട് അവരുടെ നാട്ടിൽ നിന്ന് പുറത്താക്കും, അവരെ നശിപ്പിക്കും എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ ശരിക്കും ശ്രദ്ധിക്കണേ. ഇപ്പോൾ മുസ്ലിങ്ങളോടൊക്കെ പാകിസ്ഥാനിലേക്ക് പോകാനാണ് പറയണത്. മുസ്ലിങ്ങളെല്ലാവരും പാകിസ്ഥാനിലേക്ക് പോയിക്കൊള്ളുന്ന, സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടി പുറത്താക്കാൻ ആര് ശ്രമിച്ചാലും അള്ളാഹ് പറയുന്നത് എന്താ പറയുക? വഖാലല്ലദീന കഫറൂ ലിറുസുലിഹിം ലനുഖ്രിജന്നകും മിൻ അർളിനാ ഔ ലതഊദുന്ന ഫീ മില്ലത്തിനാ. എന്താണ് വാക്ക്? സത്യനിഷേധികളായ ആളുകൾ ആ ജനതയിലേക്ക് അയക്കപ്പെട്ട പ്രവാചകന്മാരോട് പറഞ്ഞു, എന്താണ്? നിങ്ങളെ ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് ആട്ടി പുറത്താക്കും. അപ്പോൾ ഇതിപ്പോൾ തുടങ്ങിയതല്ല. ഇപ്പം ചില ആളുകൾ പാകിസ്ഥാനിലേക്ക് പോയിക്കോന്ന് പറയണില്ലേ? ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തുടങ്ങി വെച്ചതാ കൂട്ടരെ. ഇത് പുത്തിരിയൊന്നല്ല. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ പിറന്ന നാടിന് സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ലഭിച്ച ഈ നാട്ടിൽ ഒരു ഖബറിടമെന്ന് പ്രഖ്യാപിച്ച മഹാന്മാർ അല്ലേ? പക്ഷേ എന്നിട്ട് അവരോടൊക്കെ പറയാം പുറത്തു പോയിക്കോളിയും, പാകിസ്ഥാനിലേക്ക് പോയിക്കോളിയും. എന്നാൽ ഇതേ വാചകം എത്രയോ ആയിരം വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാരോട് പറഞ്ഞു, വഖാല ലിറുസുലിഹിം ലനുഖ്രിജന്നഹും, പുറത്തു പോകണം നാട്ടിൽ നിന്ന്, ഇല്ലെങ്കിലോ ഔ ലതഊദുന്ന ഫീ മില്ലത്തിനാ, നിങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിൽ ജീവിക്കണോ സ്വസ്ഥായിട്ട്? ഒരൊറ്റ മാർഗമുണ്ട്, ലതഊദുന്ന ഫീ മില്ലത്തിനാ, ഞങ്ങളുടെ മതം അനുസരിച്ച് ജീവിക്കണോ, ഇല്ലെങ്കിൽ പുറത്തു പോയിക്കോളി, ഇല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് പ്രവാചകന്മാരോട് പറഞ്ഞു. അപ്പം എന്താ ഉണ്ടായത്? ഫഔഹാ ഇലൈഹിം റബ്ബുഹും, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തൗഹീദിൻ്റെ സന്ദേശ പ്രബോധനം ചെയ്ത പ്രവാചകന്മാരോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ലനുഹ്ലിക്കന്ന ളാലിമീൻ. അല്ല,
നിങ്ങൾ ആരൊക്കെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ, ലനുഹ്ലികന്ന ളാലിമീൻ, ആ അക്രമികളായ ആളുകളെ നാം നശിപ്പിക്കുക തന്നെ ചെയ്യും. ബഹുമാനമുള്ള സഹോദരന്മാരെ, വിശുദ്ധ ഖുർആൻ വിശ്വാസമുണ്ടെങ്കിൽ ഈ ആയത്ത് നമ്മുടെ മനസ്സിൽ കോറിയിട്ടോളി. അപ്പോൾ മറ്റുള്ളവരെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അത്തരം ആളുകളെ ശിക്ഷ പിടികൂടും. ഒരു സംശയവും വേണ്ട, ഒരു സംശയം വേണ്ട. ഇനിയോ അതുപോലെ തന്നെ മനുഷ്യർ അവരുടെ സൃഷ്ടാവിലേക്ക് മടങ്ങാൻ, വേദഗ്രന്ഥങ്ങളിലേക്ക് മടങ്ങാൻ, പ്രവാചകന്മാരുടെ സന്ദേശങ്ങളിലേക്ക് മടങ്ങാൻ വേണ്ടി അള്ളാഹു പൊതുവായ ശിക്ഷ ഇറക്കും. കേട്ടോ, പൊതുവായ ശിക്ഷ അള്ളാഹുവിലേക്കും പ്രവാചകന്മാരിലേക്കും വേദഗ്രന്ഥങ്ങളിലേക്കും മടങ്ങാൻ വേണ്ടി അള്ളാഹു ശിക്ഷ ഇറക്കും. കേട്ടോ, സൂറത്തു സജദയിലെ 21-ാമത്തെ വചനം, വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. മരണാനന്തര ജീവിതത്തിൽ വലിയ ശിക്ഷ വരുന്നതിന് മുമ്പ്, അഥവാ നരക ശിക്ഷ വരുന്നതിന് മുമ്പ് അതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളെ കൊണ്ട്, അഥവാ ചെറിയ രൂപത്തിലുള്ള ശിക്ഷകൾ കൊണ്ട് ഈ ദുനിയാവിൽ നാം അവരെ പരീക്ഷിക്കും. കേട്ടോ, അപ്പോൾ ശിക്ഷ വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ പടച്ചറപ്പിൽ നിന്ന് അകന്നു. പ്രവാചകന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന ആദർശത്തിൽ നിന്ന് അകന്നു. അപ്പോൾ ഏറ്റവും വലിയ ശിക്ഷയായ ആ നരകശിക്ഷ വരുന്നതിന് മുമ്പ് ചെറിയ ചെറിയ ശിക്ഷകൾ തന്ന് പരീക്ഷിക്കണമല്ല. എന്തിനാ? ലഅല്ലഹും യർജിഊൻ, അവർ മടങ്ങാൻ വേണ്ടി, അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങാൻ വേണ്ടി. മാത്രമല്ല സൂറത്തുൽ റൂമിലെ 41-ാമത്തെ വചനത്തിൽ കാണാം, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹ്രി ബിമാ കസബത് അയ്ദിൻ നാസ്. കരയിലും കടലിലും ഫസാദുകൾ വ്യാപിച്ചു കഴിഞ്ഞു. എങ്ങനെ? ജനങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ട്. അപ്പോൾ ആരും ബേജാറാകണ്ട. അതുപോലെ ചില ആളുകളൊക്കെ പറയുന്നത് കത്തട്ടെ എന്ന്, അങ്ങനെയൊന്നും പറയണ്ട കേട്ടോ. ഇതൊക്കെ ശിക്ഷ ആർക്കും വരും. യഥാർത്ഥത്തിൽ മനുഷ്യന്മാരുടെ കരങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ പേരിലാണ് ഇതൊക്കെ വരുന്നത്. അഥവാ ശിർക്ക്, കുഫ്ർ, അനീതി, അക്രമം തുടങ്ങിയ തിന്മകൾ ചെയ്താൽ കരയിലും കടലിലും ഫസാദ് ഉണ്ടാവും, സംശയം വേണ്ട. എന്തിനാ? ലിയുദീഖഹും ബഅദല്ലദീ അമിലു, അവർ പ്രവർത്തിച്ചതിൻ്റെ തിക്തമായ ഫലം അവരെ അനുഭവിപ്പിക്കാൻ വേണ്ടി അള്ളാഹ് ഇറക്കിയ ശിക്ഷ. ലഅല്ലഹും യർജിഊൻ, അവർ ഒരുപക്ഷെ മടങ്ങിയേക്കാം. അള്ളാഹ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അവലാ യറൗന അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമിൻ മറത്തൻ ഔ മറത്തൈൻ. ഓരോ വർഷവും 1-2 പ്രാവശ്യം അള്ളാഹു അവരെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഉണ്ടോ? അള്ളാഹിൻ്റെ വാക്കാണ്. മാത്രമല്ല ഖിയാമത്ത് നാൾ വരുന്നതിന് മുമ്പ് അള്ളാഹു ഓരോ പട്ടണങ്ങളെ നശിപ്പിച്ചു കളയുന്നതാണ്. പേടിച്ചോളി. ഖിയാമത്ത് നാൾ വരുന്നതിന് മുമ്പ് അള്ളാഹ് ഓരോ പട്ടണങ്ങൾ നശിപ്പിച്ചു കളയും. സൂറത്തു ഇസ്രായേലിലെ 58-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുക, വഇൻ മിൻ ഖറിയത്തിൻ ഇല്ലാ നഹ്നു മുഹ്ലികുഹാ. നാം നശിപ്പിക്കാത്ത ഒരു പട്ടണം ഉണ്ടാവില്ല. ലോസ് ആഞ്ചലസും കാലിഫോർണിയ ഒന്നല്ല, ഇനിയുണ്ട് പട്ടണങ്ങൾ. അള്ളാഹ് പറയാണ്, ഈ ഖിയാമത്ത് നാൾ വരുന്നതിന് മുമ്പ്, ഖബല യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരുന്നതിന് മുമ്പ് നാം നശിപ്പിക്കാത്ത ഒരു പട്ടണവും ഉണ്ടാവുകയില്ല. അപ്പോൾ ഖിയാമത്ത് നാളിന് മുമ്പ് എല്ലാ പട്ടണങ്ങളെയും അള്ളാഹ് പിടികൂടും. ഔ മുഅദ്ദിബൂഹാ അദാബൻ ശദീദ, അല്ലെങ്കിൽ കഠിനമായ ശിക്ഷയ്ക്ക് ആ പട്ടണങ്ങളെ അള്ളാഹ് വിധേയമാക്കും. ശരിക്കും ശ്രദ്ധിച്ചോളി. കാന ദാലിക ഫിൽ കിതാബി മസ്തൂറ, അത് ലൗഹുൽ മഹ്ഫൂദിൽ ആദ്യമായി രേഖപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഒരുപക്ഷെ ഇതൊക്കെ ജനങ്ങൾക്കൊരു പാഠം പഠിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് കണ്ടില്ലേ പലസ്തീനിലെ പിഞ്ചോമന മക്കളെ? അല്ലേ? ഏതെങ്കിലും ഒരു കുട്ടിയുടെ പ്രാർത്ഥന റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ വിചാരിക്കേണ്ടത്. എന്താണ് ആ പിഞ്ചു മക്കൾ ചെയ്ത തെറ്റെന്താ? പിഞ്ചു മക്കളെ സംബന്ധിച്ചിടത്തോളം നിഷ്കളങ്ക ഹൃദയത്തിൻ്റെ ഉടമകളാണ്. അവരൊന്ന് റബ്ബിലേക്ക് നിർത്തി. മാത്രമല്ല ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, ഇത്തഖി ദഅവത്തൽ മദ്ലൂം, നിങ്ങൾ മർദ്ദിതരുടെ പ്രാർത്ഥനയെ പേടിച്ചോളി. അവർ പടച്ച റബ്ബിലേക്കാണ് കൈ നീട്ടിക്കഴിഞ്ഞാൽ
പിന്നെ അവരുടെയും റബ്ബിൻ്റെയും ഇടയിൽ ഒരു മറ ഉണ്ടാവില്ലാണ്, ഡയറക്റ്റാണ് ചെല്ലും അള്ളാഹിലേക്ക്. അപ്പം അതാണ്. അപ്പം സഹോദരങ്ങളെ ശരിക്കും ശ്രദ്ധിക്കുക. നമ്മളിതൊക്കെ കാണുമ്പോൾ നമ്മളിതൊക്കെ പ്രചാരകരാകണം. ഇതൊക്കെ കാണുമ്പോൾ ചില ആൾക്കാരും പല വർത്തമാനങ്ങൾ പറയും, ഇതാണ് സത്യം. അതായത് പാവപ്പെട്ട ദുർബലന്മാരായ മനുഷ്യരെ അവർ പിറന്ന നാട്ടിൽ നിന്ന് ആരെങ്കിലും ആട്ടി പുറത്താക്കാൻ ശ്രമിച്ചാൽ അവരല്ല പിടികൂടും, അഹങ്കരിച്ചാൽ പിടികൂടും. മനസ്സിലായോ? അതേപോലെ തന്നെ വിശ്വാസികൾക്കെതിരെ ആരൊക്കെ തന്ത്രം പ്രയോഗിച്ചോ അവർക്കെതിരെ അള്ള തന്ത്രം പ്രയോഗിക്കും. ഇതാണ് സത്യം, ഇതാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും പടച്ചറബിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ പരീക്ഷണങ്ങളെ തൊട്ടും നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഊസീകും സാനിയം ബിത്തഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു 2-3 ദിവസങ്ങൾക്കുള്ളിൽ ഒരു 4 മരണം. അത് ഒന്ന് എൻ്റെ ഒരു ബന്ധുവാണ്, 2 എൻ്റെ ഒരു ബന്ധുക്കളാണ്. പിന്നെ ഒന്ന് ഇന്ന് ഒരു സുഹൃത്ത് എൻ്റെ നാട്ടിൽ, പിന്നെ ഒരു കൂലിപ്പണിക്കാരനാണ്. ഇന്നലെ നല്ല കഠിനാധ്വാനം ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനാണ്. പണി കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയതാണ്. ഒരു 11:30 മണിക്ക് ഒരു അസ്വസ്ഥത, പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, എത്തിയില്ല, മരണപ്പെട്ടു. നോക്കൂ, ഇന്നലെ ആ ചെറുപ്പക്കാരൻ കൂലിപ്പണി എടുക്കണം. ഇന്നൊക്കെ 6 അടി മണ്ണിലാണ്. 9 മണിക്കാണ് മയ്യത്ത് മറവിയത്, 6 അടി മണ്ണിൽ. അതുപോലെ തന്നെ ഇതൊക്കെ സംഭവിക്കുന്ന മരണങ്ങളാണ്. കാരണം നമ്മൾ സ്വർഗം ആഗ്രഹിക്കുന്ന ആളുകളാണ്. സ്വർഗം കിട്ടണമെങ്കിൽ മരിച്ചേ പറ്റൂ. പക്ഷെ മറ്റൊരു മരണം, ഒരു എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളുടെ മരണം, അത് വല്ലാതെ ബേജാറാക്കുന്നൊരു മരണം. 63 വയസ്സായ ഒരു മനുഷ്യൻ, കൃത്യമായി നമസ്കാരവും മറ്റും പള്ളിയിൽ വെച്ച് നിർവഹിക്കുന്ന ഒരാൾ. പക്ഷേ അയാൾ മരണപ്പെട്ടത് ശരീരത്തിൽ പെട്രോൾ അടിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. യാതൊരുവിധ സാമ്പത്തിക പ്രയാസങ്ങളില്ല, നല്ല സാമ്പത്തിക ശേഷിയുണ്ട്, 2 മക്കളൊക്കെ നല്ല നിലയിലാണ്. പക്ഷേ ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പറമ്പിൽ വെച്ച് തന്നെ പെട്രോള് ശരീരത്തിലൂടെ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. ചുരുക്കത്തിൽ ആ മയ്യത്ത്, പോസ്റ്റ്മോർട്ടം ചെയ്ത മയ്യത്ത് ആർക്കും കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത രൂപത്തിലായിരുന്നു. അതേപോലെ നമ്മളൊക്കെ വാർത്തയിൽ കണ്ടിട്ടുണ്ടാവും, 19 വയസ്സായ ഒരു നവവധു, കല്യാണം കഴിഞ്ഞ് ആധികമായിട്ടില്ല, ഭർത്താവിൻ്റെ സംസാരത്തിൽ വന്ന വിഷമം, കറുത്തവളാണ്, ഇംഗ്ലീഷ് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടി ആത്മഹത്യ ചെയ്തു. ഞാനിതൊക്കെ സംഭവിച്ചപ്പോൾ 1-2 ആളുകൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥന ഉണ്ടല്ലോ, ഭയങ്കരമാണ്. അതിൻ്റെ ഗൗരവം ഇതൊക്കെ കേൾക്കുമ്പോഴാണ് മനസ്സിലാകും. അതായത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യ എന്ന് പറയുന്നത് പാപമാണ്. ഇന്നലെ മരണ വീട്ടിൽ ഒരു പണ്ഡിതനോട് ഒന്നുകൂടി സംശയം ചോദിച്ചു, ആത്മഹത്യ ചെയ്ത മനുഷ്യനെ മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുമോ? മുസ്ലിമായ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്ത അയാൾ മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, ആ പണ്ഡിതൻ പറഞ്ഞത്, കഴിയുന്നതും അറിവുള്ള ആളുകൾ മാറി നിൽക്കലാണ് നല്ലത്. അസ്തഗ്ഫിറുല്ലാഹ്. ഉലമാക്കളായ ആളുകൾ മാറി നിൽക്കണം ഏറ്റവും നല്ലതെന്ന്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മളൊന്നും ആരും, ഇപ്പം ഞാനൊക്കെ നിസ്കരിക്കണമെന്ന് അങ്ങനെ ഒന്നും വിചാരിക്കണ്ട കേട്ടോ. പക്ഷേ 1 സെക്കൻഡ് മതി ചെയ്താൻ. ഈ മനുഷ്യൻ കൃത്യമായി പള്ളിയിൽ ജമാഅത്തിന് പോണ ആളാണ്, യാതൊരു ദുശ്ശീലങ്ങളുമില്ല. പക്ഷേ ആ പ്രാർത്ഥനകൾ അറിയില്ലേ, യാ മുഖല്ലിബൽ ഖുലൂബ്, എപ്പോഴും പ്രാർത്ഥിച്ചോളി. നമ്മളൊന്നും ഒരു ചുക്കുമല്ല. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റി മറിക്കുന്നവനെ, നിങ്ങൾ ആലോചിക്കണം, ചെറിയൊരു പ്രാർത്ഥന.
നമ്മൾ എപ്പോഴും നമ്മുടെ നാവിൽ പച്ചയായി നിൽക്കേണ്ട ഒരു പ്രാർത്ഥന, ഹൃദയങ്ങളെ മാറ്റി മറിക്കുന്നവനെ എൻ്റെ ഹൃദയത്തെ ദീനിൽ അടിയുറച്ച് നിർത്തണേ. നിങ്ങൾ ആലോചിച്ചോ, എന്താ അവരൊക്കെ കഥ. ആ മനുഷ്യൻ മറ്റുള്ള സ്വാഭാവിക മരണമാണ്. അപ്പോൾ എപ്പോഴും പേടിക്കുക. കാരണം വെച്ചാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പടച്ചറപ്പിൻ്റെ ഖളാ ഖദറിൽ അടിയുറച്ച് വിശ്വസിക്കണം. അതായത് ഈ അടിയുറച്ച് വിശ്വസിക്കണമെങ്കിൽ പടച്ചറപ്പിനെ കുറിച്ച് പരിചയപ്പെടുത്തണം. ഏകദേശം ഒരു 200-300 ആളുകൾ പങ്കെടുത്ത ഒരു സദസ്സിൽ അവിചാരിതമായി പങ്കെടുക്കാൻ ഒരു ക്ലാസ് എടുക്കാൻ ചാൻസ് കിട്ടണ്ടായി. അപ്പോൾ അള്ളാഹിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുത്തു. ആൾക്കറിയില്ല, അവിടെയുള്ള കുരുക്ക രോഗികളാണ്, അതായത് മാരകമായ ക്യാൻസർ രോഗം പിടിപെട്ട ആളുകൾ, പിന്നെ വീൽ ചെയറിൽ വരുന്ന ആളുകൾ. അപ്പോൾ റബ്ബിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുത്താൽ മതി. കാരണം ഈ ലോകത്ത് എന്തൊക്കെ സംഭവിക്കുമെന്ന് അള്ളാഹുവിൻ്റെ ആദ്യത്തെ സൃഷ്ടിയായ പേന എഴുതി വെച്ചിട്ടുണ്ടല്ലോ. നമുക്കറിയില്ലേ, ഉക്തുബ് മഖാദിറ കുല്ല ഷൈഇൻ ഹത്താ തഖൂമ സ്സാഅ, ഖിയാമത്ത് നാൾ വരെ സംഭവിക്കാനിരിക്കുന്ന മുഴുവൻ എഴുതിക്കോന്നാ. ഈ ഒരു വിശ്വാസം നമ്മൾ അകലുമ്പോഴാണ് ആത്മഹത്യയിലേക്ക് പോകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഈ പ്രാർത്ഥന മറക്കരുത് കേട്ടോ. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഭയങ്കരമാണ്. എപ്പോഴും ചാൻസ് കിട്ടിയൊക്കെ പറഞ്ഞോളി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്താണ്? അള്ളാഹുവിൻ്റെ 2 വിരലുകൾക്കിടയിലാണല്ലോ നമ്മുടെ ഹൃദയം, അല്ലേ? അതായത് അള്ളാഹ് ഇങ്ങനെ ഇത് കറക്കിക്കൊണ്ടിരിക്കണം. രാവിലെ മുഅ്മിനായ മനുഷ്യൻ വൈകുന്നേരം കാഫറാകാണ്. ആ മനുഷ്യൻ 2 ദിവസം വരെ യഥാർത്ഥ മുഅ്മിനായി ജീവിച്ച ആളാ. എന്തായി അവസ്ഥ? അതാ പ്രശ്നം. മുഅ്മിനായ മനുഷ്യൻ സ്വർഗത്തിലേക്ക് ഇങ്ങനെ നടന്നെടുത്തുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ അടുത്തെത്തുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സ് മാറി നരകത്തിലേക്കുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് മറക്കരുത്, ഇത് അപേക്ഷയാണ്. യാ മുഖല്ലിബൽ, അത് വീണ്ടും വീണ്ടും പറയുന്നുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. യാ മുഖല്ലിബൽ ഖുലൂബ്, നമ്മളെ ഹൃദയം ഉറച്ചു നിൽക്കണം. ഇന്നലെ എൻ്റെ ആ ബന്ധുവിൻ്റെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ചോക്കാൻ സൗകര്യങ്ങളുള്ള ആളുകളാണ്. പക്ഷേ അവസാനം നമുക്ക് പോയി കിടക്കുന്ന ആ ഖബർ കണ്ടപ്പോൾ കരഞ്ഞു. പടച്ചോനെ, ഒരുപക്ഷെ നാളെ ഞാനും ഈ ഖബറിലാണല്ലോ. നമ്മൾ ആലോചിച്ചോക്കാൻ സഹോദരന്മാരെ, നമ്മൾ ചിന്തിക്കണില്ല. ഈ ശ്വാസം നിലച്ചാൽ ഒക്കെ പോകും. അപ്പോൾ പോകുമ്പോൾ എങ്ങനെ പോകണം? അതാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ. അപ്പോൾ സാധാരണ റസൂലുള്ളാഹി പഠിപ്പിച്ചില്ലേ, മാമിൻ മുസ്ലിമിൻ യമൂതു യൗമുൽ ജുമുഅ ഔ ലൈലത്തുൽ ജുമുഅ, ജുമുഅ ദിവസം അല്ലെങ്കിൽ ജുമുഅയുടെ രാത്രി മരിച്ചാൽ ഇല്ലാ വഖാഹുല്ലാഹു ഫിത്നത്തുൽ ഖബർ. ഇങ്ങനെ ഒരുപാട് നല്ല ലക്ഷണങ്ങൾ, മരണത്തിന് നല്ല ലക്ഷണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ലക്ഷണത്തോടു കൂടെ മരിച്ചു പോകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അത് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ട് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടുപോയ നമ്മുടെ ഉപ്പ, നമ്മുടെ ഉമ്മ, നമ്മുടെ അരുമ സന്താനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ യഥാർത്ഥ വീടായ ഖബർ അള്ളാഹു സ്വർഗത്തിലെ ഒരു തോപ്പാക്കി മാറ്റുമാറാവട്ടെ. എല്ലാവിധ പരീക്ഷണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في فلسطين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين وصلى الله على نبينا محمد.